ഹായ് മക്കളെ, അനുമോദ് സാറാണ്. എടാ, 10ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് ചോദിക്കുന്ന എല്ലാ തെളിയിക്കുന്ന ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ, അതായത് മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. തെളിയിക്കാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചോളുക. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ നമ്മുടെ 3 ലെവൽ ക്വസ്റ്റ്യൻസും കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ RMS ബാച്ചിലേക്ക് എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചു, സർക്കിളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വരച്ചു, എന്നിട്ട് നമ്മളിവിടെ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ആ വരച്ചിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് തെളിയിക്കണം. എങ്ങനെയാണ് ആ തെളിയിക്കുന്നത് നോക്കിക്കോ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോ മക്കളെ. ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് ആക്കി എടുത്താൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും, എന്തായിരിക്കും? എടാ, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇത് സെൻട്രൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റേഡിയസ് ആണ്, ആരമാണ്. അപ്പോൾ മുകളിലോട്ടും ആരം, ഇങ്ങോട്ടും ആരാണ്. അപ്പോൾ അത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഇപ്പുറം നോക്കുമ്പോൾ ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ആ ട്രയാങ്കിളിൽ 4 ആംഗിളുകളുണ്ട്, 2 എക്സും ഉണ്ട്, 2 വൈയും ഉണ്ട്. അത് ടോട്ടൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 180 കിട്ടും. ഓക്കെ, അപ്പോൾ 2x + 2y = എന്ത് കിട്ടി? 180 കിട്ടി. ഞാൻ കോമൺ ആയിട്ട് 2 പുറത്തെടുത്താൽ ബാക്കി എന്താണ്? x + y, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × x + y = 180. അങ്ങനെയാണെങ്കിൽ എടാ x + y = 180/2 = എന്ത് കിട്ടി? 90 എന്ന് കിട്ടി. ഓക്കെ, 90 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ എന്തായി? അർദ്ധവൃത്തത്തിലെ കോൺ ഇവിടെയാണല്ലോ x + y വരുന്നത്. ആ കോൺ എന്താണ്? 90 ഡിഗ്രിയാണ് എന്നുള്ള പ്രൂവ് ആയി. 1ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഇൻ ദ പിക്ചർ AB and CD are perpendicular chords of the circle. Prove that the arc APC and BQD joined together make a semicircle. ചിത്രത്തിൽ AB, CD എന്നിവ പരസ്പരം ലംബമായ ഞാണുകളാണ്. ചാപം APCയും ചാപം BQDയും ചേർന്നാൽ അർദ്ധവൃത്തം കിട്ടുമെന്ന് തെളിയിക്കുക. അതായത് മക്കൾ തെളിയിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാ, ഈ കാണുന്ന ആർക്ക് DQB എന്ന് പറയുന്ന ഈ ആർക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ ആർക്കും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? അർദ്ധവൃത്തം കിട്ടണം. അതായത് നമ്മൾ തെളിയിക്കേണ്ടത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ കൂട്ടിയാൽ എന്തായിരിക്കണം? സെൻട്രൽ ആംഗിൾ കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. തെളിയിക്കണം. സിമ്പിളാണ്. നോക്കിക്കോ, ഞാൻ ഇതിൻ്റെ സെൻട്രൽ ആംഗിളിലേക്ക് വരയ്ക്കുന്നു. ഇതിൻ്റെ സെൻട്രൽ ആംഗിളും വരച്ചു, ഇതിൻ്റെ സെൻട്രൽ ആംഗിളും വരച്ചു. അതവിടെ വരച്ച് വെച്ചിട്ട് ഞാനിതവിടെ ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇത് 90 ആണ്. അപ്പോൾ ഞാനിത് ടോട്ടൽ ഇത് എക്സും ഇത് ഞാൻ എന്തെടുത്തു? വൈ എടുത്തു. അപ്പോൾ ഒറ്റ കാര്യം മക്കൾ ആലോചിച്ച് നോക്കുക. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ വൈ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2y ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2x ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം മക്കൾക്ക് പറഞ്ഞു തരാം. ആ ട്രയാങ്കിൾ, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ, ഇവിടെ എക്സ് ഇവിടെ വൈ വരുന്ന ട്രയാങ്കിൾ x + y = 90 ആണ്. അങ്ങനെയാണെങ്കിൽ എടാ 2x + 2y = 2 × x + y എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 90, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 180 ആണ്. സോ 2 ആർക്ക്, 2 ചാപങ്ങൾ ഏതൊക്കെ? DQBയും അതേപോലെ തന്നെ APCയും കൂട്ടിയാൽ 180 കിട്ടും. അതെന്താണ്? സെമി സർക്കിളാണ്, അർദ്ധവൃത്തമാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഏത് പരീക്ഷയ്ക്കടാ? നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചോളുക. ഓക്കെ, അടുത്ത ചോദ്യം. പ്രൂവ് ദാറ്റ്. എടാ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് വരാനേറെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏത് എന്നറിയോ? ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ് എന്ന് തെളിയിക്കാനുള്ള ചോദ്യം. ഐ തിങ്ക് പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചാൻസിൽ വരാനുള്ള ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. ഇനി ഈ ചാപ്റ്റർ നല്ലെങ്കിൽ ചോദ്യം വരെ ഏത് ചാപ്റ്റർ എന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര എന്നായിരിക്കും ആ ചോദ്യം നമ്മൾ ഇവിടെ പറയും. ആ 2 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതായത് സമപാർശ്വ ലംബകം ചക്രീയമാണ് എന്ന് തെളിയിക്കുക. ഓക്കെ, സമപാർശ്വ ലംബകം ചക്രീയമാണ് എന്നുള്ള കാര്യം തെളിയിക്കുക. അപ്പോൾ നോക്കിക്കോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സമപാർശ്വ ലംബകം അങ്ങ് വരയ്ക്കാം. ഇങ്ങനെയുള്ളൊരു സമപാർശ്വ ലംബകം വരയ്ക്കാം. നിങ്ങൾ സമപാർശ്വ ലംബകത്തിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം
അതായത് ഐസോസെൽസ് ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം എഴുതിയാൽ പ്രൂഫായി. ഐസോസെൽസ് ട്രപ്പീസിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതേതാ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അതേപോലെ തന്നെ ആംഗിൾ സി എന്തിന് ഈക്വലാണ്? ആംഗിൾ ഡി ഈക്വൽ ആണ്. രണ്ട് കാര്യങ്ങൾ എഴുതി. അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തടുത്ത രണ്ടെണ്ണം നമുക്ക് കൂട്ടിയാൽ 180 കിട്ടും. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ആണ്. അതേപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ പരിപാടി. എടാ ഇവിടെ സിയും ഡിയും ഈക്വൽ ആണ് എന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ എയിലുള്ള ഡിക്ക് പകരം ഞാൻ സി കൊടുത്തുന്നു. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി അന്നേരം എന്തായി? 180. കാരണം എന്താ? ആംഗിൾ സി ആംഗിൾ ഡിക്ക് ഈക്വൽ ആണ്. അതാണ് കാരണം. അപ്പോൾ നോക്കിക്കോ, ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ എന്തായി? സൈക്ലിക്കായി. ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടുമെങ്കിൽ അത് സൈക്ലിക്കാണ്. എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് ഇതെന്താണ്? ചക്രീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന് ചോദിക്കുന്നു പറഞ്ഞാൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ പിന്നെ ഒന്നുകൂടി ഉണ്ട്, 4 ചോദ്യങ്ങൾ. ഈ 4 ചോദ്യങ്ങൾ സർക്കിൾ ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, 4ാമത്തെ ചോദ്യം എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ABCD ഈസ് സൈക്ലിക്. ABCD ചക്രീയമാണെന്ന് തെളിയിക്കുക. സിമ്പിളാണ്, വലുതാണേ തെളിയിക്കേണ്ടത്. നടുക്കൂടെ ഒരു വരയിട്ട് കൊടുക്കുക. 1 2 വരയിടുക. 2 വരയിട്ട് കുത്തിനങ്ങ് എഴുതുക. ഇത് എക്സ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതെന്തായി? 180 - x ആയി. അത് 180 - x ആണെങ്കിൽ ഇപ്പുറത്തത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് 180 - x. അപ്പോൾ ഇത് എക്സ്. അപ്പോൾ ഇതെന്തായി? 180 - x ആയി. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സും കിട്ടും, ആംഗിൾ സി എന്ന് പറയുന്നത് 180 - x കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തായി? 180 ആയി. സോ എതിർ കോണുകളുടെ തുക 180 ആയതുകൊണ്ട് ഇതെന്താണ്? ചക്രീയമാണ്, സൈക്ലിക് ആണ്. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ആയതുകൊണ്ട് ഇതെന്താണ് നമുക്ക് പറയാം? സൈക്ലിക് ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മുടെ സർക്കിൾ ആൻഡ് ആംഗിൾസിൻ്റെ അകത്ത് പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഏത് ചാപ്റ്ററിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നോക്കിക്കോ, ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ 12ാമത്തെ ചോദ്യമായിട്ട് പ്രൂവ് ദാറ്റ് ചോദ്യം ചോദിച്ചാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അത് ചോദ്യമായിരിക്കും. ഉറപ്പാണ്, ഈ ചോദ്യമാണ് വരും. അപ്പോൾ നോക്കിക്കോ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം, ആദ്യ പദം 1/3 പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2/3. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ അകത്ത് ഒറ്റ സംഖ്യകൾ മാത്രമേ ഉള്ളൂ, ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, ആരില്ല, ഇരട്ട സംഖ്യകളില്ല എന്ന് തെളിയിക്കുക. സിമ്പിളാണ്. ഞാനിതിൻ്റെ XN കാണുന്നു. XN കാണാനുള്ള ഇക്വേഷൻ എന്താണ്? DN + F - D ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു D എന്ന് പറയുമ്പോൾ 2/3n പ്ലസ് F എന്ന് പറഞ്ഞാൽ 1/3 - 2/3. ഈ ഫോം കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, XN ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2/3ൻ്റെ അകത്ത് 1/3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് അതൊന്നുകൂടി ചെയ്തുതരാം, ഒന്നുകൂടി എഴുതരാം. ഇവിടെ അല്ലേ പുതിയ പേജിലേക്ക് ആകുമ്പോൾ XN ഈസ് ഈക്വൽ ടു 2/3n പ്ലസ് 1/3 - 2/3 എന്തായിട്ട് മാറും? 2/3n 1/3 എന്ന് പോയാൽ ബാക്കി എന്താണ്? -1/3. ഞാൻ 1/3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി 2n - 1 എന്നാണ് ഉണ്ടാകുക. എന്താ ഉണ്ടാകുക? 2n - n1 എന്നാണ് ഉണ്ടാകുക. 2n - 1 ഇങ്ങനെ ഉണ്ടാവും. 2n - 1. ഇനി മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ 2n - 1 എന്ന് പറയുന്നത് ആരുടേതാണ്? ഒറ്റ സംഖ്യകളുടേതാണ്. ആരുടേതാണ്? ഒറ്റ സംഖ്യകളുടേതാണ്. ഒറ്റ സംഖ്യേൻ്റെ അൾജിബ്രയാണ്, ബീജഗണിതമാണ് 2n - 1. ഒറ്റ സംഖ്യേനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് മാത്രമേ കിട്ടൂ? ഒറ്റ സംഖ്യ മാത്രമേ കിട്ടൂ, ഓഡ് നമ്പർ മാത്രമേ കിട്ടൂ. സോ ദി സീക്വൻസ് കണ്ടെയ്ൻസ് ഓൺലി ഓഡ് നമ്പേഴ്സ്, നോ ഈവൺ നമ്പേഴ്സ്. അങ്ങനെ കൺക്ലൂഷൻ എഴുതി വെക്കുക. അതായത് ഈ സമാന്തര ശ്രേണിയിൽ ആരില്ല? ഇരട്ട സംഖ്യകളില്ല, ഒറ്റ സംഖ്യകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കൺക്ലൂഷൻ എഴുതി വെക്കാം. ഓക്കെ, ചോദ്യം മസ്റ്റായിട്ട് പഠിക്കണം. ഇനി നമ്മൾ ഏത് ചാപ്റ്ററിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ്സിലേക്ക് പോയി. കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളിൽ നിന്ന് ഒരു ചോദ്യം മട്ടത്രികോണത്തിൻ്റെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിക്കണം. പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2 1 3 4 - 3 6 വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക.
എന്താണ്? മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. അപ്പം നോക്കിക്കോ, ഇവിടെ നമ്മൾ 2, 1, 3, 4 ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് 2, 1 ബി എന്ന് പറയുന്ന പോയിന്റ് 3, 4 സി എന്ന് പറയുന്ന പോയിന്റ് -3, 6 എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം എ ബിയുടെ ഡിസ്റ്റൻസ് കാണാം. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 - 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ത് കിട്ടിയടാ? √1 + 9 √10 എന്ന് കിട്ടി. എ ബി √10 കിട്ടി. ഇനി നമ്മൾ എന്ത് കാണുക? ബി സി കാണുക. ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് -3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 4 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -6ൻ്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 36 + 4 √40 എന്ന് എന്ത് കിട്ടി? ബി സി കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനി എ സി കൂടെ കാണുക. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണെടാ? -3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -5ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ √25 + 25 √25 + 25 എന്ത് കിട്ടിയടാ? √50 കിട്ടി. √50 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ 3 അളവുകൾ ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. എ ബി കിട്ടിയത് √10, ബി സി കിട്ടിയത് √40, എ സി കിട്ടിയത് √50. മട്ടത്രികോണമാണെങ്കിൽ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ ബിയുടെ സ്ക്വയറും ബി സിയുടെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? എ സിൻ്റെ സ്ക്വയർ കിട്ടും. നോക്കുക, എ ബിൻ്റെ സ്ക്വയർ √10ൻ്റെ സ്ക്വയർ പ്ലസ് √40ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √10ൻ്റെ സ്ക്വയർ 10, √40ൻ്റെ സ്ക്വയർ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആണ്. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ സ്ക്വയറാ? √50ൻ്റെ സ്ക്വയറാ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. സോ ഹെൻസ് പ്രൂവ് ദാറ്റ് നമുക്ക് എന്ത് പറയാം? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. ദെൻ എ ബി സി ഫോം ആൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം ഉണ്ടാക്കുന്നു. പ്രൂഫായി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇനി നമ്മൾ എവിടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്നു. ടാൻജൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അന്ന് പ്രധാനപ്പെട്ട ഒരു പ്രൂഫാണ്, ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 2 ടാൻജൻറ്റ് വരച്ചാൽ ആ 2 ടാൻജൻറ്റിനെ നീളം തുല്യമാണ് എന്ന് തെളിയിക്കുന്നൊരു ചോദ്യം. ഓക്കെ, എങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ എന്താ ഇങ്ങനൊരു സാധനം വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനൊരു സാധനം വരച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് പേര് കൊടുക്കുന്നു, ഇത് ഓ കൊടുക്കുന്നു. അപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഒ എ പി ആൻഡ് ട്രയാങ്കിൾ ഒ ബി പി എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇനി നോക്കിക്കോ, 2ൻ്റെയും ഈ ആംഗിൾ വരെ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഒ എ പി ഈക്വൽ ടു ആംഗിൾ ഒ ബി പി എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്ത് പറയാൻ പറ്റുന്ന കാര്യം ഒ എ ഈക്വൽ ടു എന്താണ്? ഒ ബി. ഒ എയും ഒ ബിയും ഈക്വലാണ്, കാരണം റേഡിയസ് ആണ്, ആരമാണ്. ഇനി അടുത്ത് നോക്കടാ, ഒ പി ഈക്വൽ ടു ഒ പി, കാരണം എന്താ? പൊതുവശം കോമൺ ആണ്, കോമൺ. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ 2 മട്ടത്രികോണാണ്. 2 മട്ടത്രികോണങ്ങളുടെ കർണം സെയിം ആണ്, 2ൻ്റെയും കർണം സെയിം ആണ്, ഹൈപ്പോട്ടന്യൂസ് സെയിം ആണ്, റേഡിയസും സെയിം ആണ്, ഒരു വശവും സെയിം ആണ്, ഒരു ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബൈ ആർ എച്ച് എസ്. എന്താണ് ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റൈറ്റ് ആംഗിൾഡ് ഹൈപ്പോട്ടിനിയസ് സൈഡ് തിയറം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് റൈറ്റ് ആംഗിൾഡ് ഹൈപ്പോട്ടിനിയസ് സൈഡ് തിയറം, അതായത് മട്ടത്രികോണത്തിൻ്റെ കർണവും ഏതെങ്കിലും ഒരു വശവും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എ പി ഈക്വൽ ടു ബി പി. ഉറപ്പാണ് എടാ, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുതേ, ചോദ്യം വരും, ഉറപ്പാണ് ചോദ്യം വരും. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രൂവ് ദാറ്റ്, അതായത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഇവിടെ ഒരു ട്രയാങ്കിൾ മക്കൾക്ക് കാണാലോ. ട്രയാങ്കിൾ ഏതാണ്? ഞാൻ പേര് കൊടുക്കുന്നു, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. അതെന്തിന് ഈക്വൽ ആവുക? അതിൻ്റെ പെരിമീറ്റർ സർക്കിളിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആവുക. വൃത്തത്തിൻ്റെ വ്യാസത്തിന് ഇതിൻ്റെ ചുറ്റളവ് ഈക്വൽ ആവണം. വ്യാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധനം, ഇത് ഞാൻ ഒ, ഇത് പി, ഇത് ക്യൂ, ഇത് എന്തെടുത്തു? ആർ, ഇങ്ങനെ ഫോം എടുത്തു.
ഇനി മക്കൾ ഒറ്റ കാര്യം അങ്ങനെ തെളിയിക്കാൻ നോക്കിക്കോ. ഒരു സാധനം ഏതെങ്കിലും ഒന്ന് എടുക്കുക. പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ വ്യാസമാണെങ്കിൽ വ്യാസം എടുക്കുക, ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ തൽക്കാലം വ്യാസത്തിൽ നിന്ന് തുടങ്ങുന്നു. നോക്കിക്കോളാം വ്യാസത്തിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OQ പ്ലസ് OP ആണ് വ്യാസം. ഓക്കെ, OQ പ്ലസ് OP ആണ് വ്യാസം. OQയും OPയും കൂടി കൂട്ടിയാൽ അത് തന്നെയാണടാ എന്ത് AQ പ്ലസ് എന്ത് AP. ഓക്കെ, ഇത് വ്യാസമാണ് ഞാൻ എടുത്ത് തുടങ്ങിയത്. വ്യാസം ഡയമീറ്ററിലാണ് തുടങ്ങുന്നത്. ഡയമീറ്ററിൽ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ അവസാനിപ്പിക്കുന്നു? പെരിമീറ്ററിൽ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്, ത്രികോണത്തിൻ്റെ ചുറ്റളവിൽ അവസാനിപ്പിക്കുന്നു. ഇനി AQ എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി AC പ്ലസ് CQ എന്ന് എഴുതി. അതേപോലെ APനെ ഞാൻ AB പ്ലസ് BP എന്ന് എഴുതി. ഇനി മക്കളൊരു കാര്യം നോക്കിയേ, CQ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ്, ഇതാ ഈ CQ എന്ന് പറയുന്ന ഡിസ്റ്റൻസും CR എന്ന് പറയുന്ന ഡിസ്റ്റൻസും തുല്യമാണ്. കാരണം എന്താണ്? C എന്ന് പറയുന്ന പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് എന്താണ് തൊടുവരകളാണത്. അങ്ങനെ വരുമ്പോൾ CQ എന്ന് പറയുന്നത് CRന് ഈക്വൽ ആകുമ്പോൾ AC പ്ലസ് CQവിന് പകരം ഞാൻ എന്ത് എഴുതി? CR എന്ന് എഴുതി. പ്ലസ് AB പ്ലസ് മക്കൾ നോക്കിക്കോളെ, ഈ BP എന്ന് പറയുന്ന സാധനത്തിന് അതേപോലെ തന്നെ BP CQ CRന് ഈക്വൽ ആയതുപോലെ BP എന്ന് പറയുന്ന സാധനം BRന് ഈക്വലാണ്. അപ്പോൾ BPക്ക് പകരം ഞാൻ ആരെ കൊടുത്തു? BRന് കൊടുത്തു. ഞാനിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ AC പ്ലസ് CR പ്ലസ് BR പ്ലസ് AB എന്ന് എടുത്തു. ഇനി CR പ്ലസ് BR എന്ന് പറഞ്ഞാൽ എന്താ? BC ആണ്. സോ AC പ്ലസ് BC പ്ലസ് AB, ഈ മൂന്നും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടിയടാ? നമുക്ക് ചുറ്റളവ് കിട്ടി. സിമ്പിളാണ് കേട്ടോ. ചുറ്റളവ് പെരിമീറ്റർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സാധനത്തിലേക്ക് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് വരാനേറെ ചാൻസ് ഉള്ള, അതായത് ഏകദേശം ഒരു 95% പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കാണാനേറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അതായത് പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇൻ റേഡിയസ് ഈസ് ഹാഫ് ദ സർക്കം റേഡിയസ്. ഏത് സമഭുജ ത്രികോണത്തിൻ്റെയും അന്തർവൃത്ത ആരം അതിൻ്റെ പരിവൃത്തത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കുക. പരിവൃത്ത ആരത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ഒറ്റ കാര്യം, ചിത്രം വരച്ചു നോക്കിയാൽ മതി. ചിത്രം എങ്ങനെയാ? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ആര്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സർക്കിൾ. അതിനുള്ളിൽ അങ്ങനെ സർക്കിൾ. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൻ്റെ അകത്ത് നിങ്ങൾ തെളിയിക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ നോക്കിക്കോ, ഇതാ ഞാനിപ്പം വരച്ചിരിക്കുന്ന വര കാണുന്നുണ്ടോ? ആ വര അതാണ് റേഡിയസ്. ഇൻ റേഡിയസ് എന്ന് പറയുന്ന സാധനം അതാണ് ഇൻ റേഡിയസ്. അതിൻ്റെ ഇരട്ടി. അപ്പോൾ അത് 6 ആക്കി എടുത്താൽ മറ്റത് നമുക്ക് 2R ആക്കി എടുക്കണം. അതായത് മക്കളേതാ ഈ സംഭവം 2R ആയിട്ട് കിട്ടും. ഞാൻ വരച്ച സാധനം 2R ആയിട്ട് കിട്ടണം. അതാണ് സർക്കം റേഡിയസ്. ഇത് 90 ഡിഗ്രി അല്ലേ? ഇത് ടോട്ടൽ 60 ഡിഗ്രിയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 30 വരും. അപ്പോൾ ഇവിടുത്തെ 60 ആണ്. അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ അകത്ത് മക്കൾ ഒറ്റ കാര്യം, ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു. ഇവിടെ കൊടുക്കാം OPQ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് OP എന്ന് പറയുന്ന നമുക്ക് 6 കിട്ടി. അതാണ് ഇൻ റേഡിയസ്, അന്തർവൃത്ത ആരം. ഇനി ഇവിടെ നോക്കിയോ, മറ്റൊരു കാര്യം കൂടി മക്കൾ ശ്രദ്ധിച്ചോളെ. ഒറ്റ കാര്യം കൂടി നോക്കിയാൽ മതി. ഇവിടെ ഈ കാര്യം ശ്രദ്ധിക്കുക മക്കൾ. 30, 60, 90 ആണ്. 30, 60, 90ൽ 30ന് ഓപ്പോസിറ്റ് 1:√3:2 ആകുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഞാൻ 6 എടുത്താൽ 2ന് ഓപ്പോസിറ്റ് 2R ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2R എടുത്തു. ദാറ്റ് ഈസ് OQ ഈക്വൽ ടു നമുക്ക് 2R കിട്ടി. OQ എന്താ? സർക്കം റേഡിയസ്, പരിവൃത്ത ആരമാണ്. സോ നമുക്ക് എന്തായി? 2Rൻ്റെ പകുതിയല്ലേ 6? തെളിയിച്ച്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. 4 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അവസാനം നിങ്ങൾ കൺക്ലൂഷൻ എഴുതണേ. എന്ത് എഴുതി വെക്കുക? ചോദ്യത്തിനകത്തുള്ള അവസാന ഭാഗം അങ്ങ് എടുത്ത് എഴുതി വെച്ചാൽ മതി. അതായത് പരിവൃത്താരത്തിൻ്റെ പകുതിയാണ് എന്ത്? അന്തർവൃത്താരം. അതായത് ഇൻ റേഡിയസ് ഈസ് ഹാഫ് ദ സർക്കം റേഡിയസ്. ഇത്ര മാർക്കായി? 4 മാർക്കായി. സിമ്പിൾ കാര്യങ്ങൾ മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ചിത്രവും സാധനവും മാത്രം കാണിച്ചു കൊടുത്താൽ മതി. 4 മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹൈപ്പോട്ടിനിയസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് H ആൻഡ് ഇൻ റേഡിയസ് ഈസ് R. Then prove that area is R into H plus R.
ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം എച്ചും അന്തർവൃത്താരം 6ഉമാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് 6 × h+r ആണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ മട്ടത്രികോണം വരയ്ക്കുക. മട്ടത്രികോണം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നമ്മൾ അതിൻ്റെ ഇൻസർക്കിളൂടെ അടയാളപ്പെടുത്തുക. ആ ഇൻസർക്കിളൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവർ തന്നിട്ടുള്ള എന്താ അളവുകളും നമ്മൾ കൊടുക്കുക. ഇത് എച്ച് ആണ്, അതേപോലെ ഇത് റേഡിയസ് ആണ്, ഇത് ആർ, ഇത് ആർ. അപ്പോൾ ഇവിടെയും ആറായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആക്കി എടുത്താൽ ഇതും എക്സ് ആയിരിക്കും. ഔട്ട് സൈഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ഇത് h-x, ഇവിടെ എന്താണ് h-x. നമുക്കറിയാവുന്ന കാര്യമുണ്ട്, ഏരിയ ഈക്വൽ ടു എന്താണ്, ഏരിയ ഈക്വൽ ടു ആർ ഇൻറ്റു എസ് എന്നാണ്. അപ്പോൾ ആർ അവിടെ വെക്കുക, നമ്മൾ എസ് കണ്ടുപിടിച്ചാൽ മതി. എസ് കാണാൻ ഇതെല്ലാം കൂടി കൂട്ടി ബൈ 2 ഇട്ടാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 2 ആർ ഉണ്ട്, 2 എക്സ് ഉണ്ട്, 2 × h-x ഉണ്ട് ബൈ 2. നമ്മളെല്ലായിടത്തും 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ആർ പ്ലസ് എക്സ് പ്ലസ് h-x ഓൾ ഡിവൈഡഡ് ബൈ 2. 2 2ഉം ക്യാൻസലായി. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ബാക്കി എന്തേ വരുന്നുള്ളൂ, ആർ പ്ലസ് എക്സ് പ്ലസ് h-x. 2x പോയാൽ എന്തായടാ, ആർ പ്ലസ് എച്ച് ആയി. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ആണ്. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏരിയ കാണാൻ, പരപ്പളവ് കാണാൻ ആർ ഇൻറ്റു എസ് ആണ്. ദാറ്റ് ഈസ് ആർ ഇൻറ്റു എസ് എന്ന് പറയാൻ നമുക്ക് ആർ പ്ലസ് എച്ച് കിട്ടി. സോ ആർ ഈസ് ഈക്വൽ ടു h+r കിട്ടിയല്ലോ. എ ഈക്വൽ ടു ആർ ഇൻറ്റു h+r എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്, തെളിയിച്ചു. ഇങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് കേട്ടോ മക്കളെ. ഇനി അടുത്തത്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് സർക്കിൾ ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കളെ ഉറപ്പിച്ചോ ഇത് തെളിയിക്കാനായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഫിഗറിൽ നിന്ന് ഫ്രം ദ ഫിഗർ പ്രൂവ് ദാറ്റ് PA × PB = PC × PD അത് തെളിയിക്കാൻ പറയുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നു. 1 2 ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ കിട്ടി. അതായത് ട്രയാങ്കിൾ PAC ആൻഡ് ട്രയാങ്കിൾ PBD എന്ന് പറയുന്ന സാധനം കിട്ടി. ട്രയാങ്കിൾ PACയും ട്രയാങ്കിൾ PBADയും. ഇതിൽ നിങ്ങൾ നോക്കിക്കോ, രണ്ടിൻ്റെ അകത്തും ഇത് കോണുകൾ ഈക്വലാണ്. കോൺ CPA = കോൺ BPD. കാരണം എന്താ, മറു കോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്ന സാധനമാണ്. അതേപോലെ ഈ ആംഗിൾ എക്സ് ഇത് ഒരേ ആർക്കിൽ വരുന്നതായതുകൊണ്ട്, ഒരേ ചാപത്തിൽ വരുന്നതായതുകൊണ്ട് കോൺ C = കോൺ B എന്നും പറയാം, കോൺ A = കോൺ D എന്നും പറയാം. 3 ആംഗിളുകൾ ഈക്വലാണ്, 3 കോണുകളും തുല്യമാണെങ്കിൽ ത്രികോണം PAC ആൻഡ് ത്രികോണം PBD ആർ സിമിലർ. എന്താണ്, സിമിലർ ആണ്, സദൃശ്യമാണ് എന്ന് പറയാൻ പറ്റും. സദൃശ്യമാണ്. ഓക്കെ, സദൃശ്യമായി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പിച്ചോ, ഇവിടെ ഒരേപോലെയുള്ള സൈഡ്സ് നമുക്ക് ബൈ ആക്കി എഴുതാം. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന് എക്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് PA ആണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് PD ആണ്. അപ്പോൾ PA/PD ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് വരുന്നത് PC ആണ്, ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്, PB ആണ്. PC/PB. ഇനി ഇത് ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ എന്തായി, PA × PB = PC × PD. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക, ആ 2 ത്രികോണങ്ങൾ എന്താണെന്ന് തെളിയിക്കണം, സദൃശ്യമാണ് എന്ന് തെളിയിക്കണം. പ്രൂവ് ദാറ്റ് എന്ത് തെളിയിക്കണം, സിമിലർ ആണ് എന്ന് തെളിയിക്കണം. അവിടെയാണ് കാര്യം. എന്നിട്ട് ഈ സാധനം ബൈറ്റ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോമെട്രി ആൻഡ് അൾജിബ്രയിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 1 2 2 4 3 6 ആർ ഓൺ ദ സെയിം ലൈൻ. അപ്പോൾ നിങ്ങളിങ്ങനെ കൊടുക്കുക, A എന്ന് പറയുന്നത് 1 2 ആണ്, B എന്ന് പറയുന്നത് 2 4 ആണ്, C എന്ന് പറയുന്നത് 3 6 ആണ്. അങ്ങനെ 3 പോയിന്റ് എടുക്കുക. ഈ 3 പോയിന്റ് എടുത്തിട്ട് മക്കളെ നമ്മൾ സ്ലോപ്പ് ഓഫ് AB യുടെ ചരിവ് സ്ലോപ്പ്, എല്ലാത്തിൻ്റെയും സ്ലോപ്പ് വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 / 2 - 1 2/1. ഇനി ബി സിയുടേതാകുമ്പോൾ 6 - 4/3 - 2 അതും 2. ഇനി എ സിയുടേതും കാണാം. എ സിയുടെ കണ്ടാൽ 6 - 2 3 - 1 4/2 അതും 2. അപ്പം 3ൻ്റെയും തുല്യ, ചരിവ് എല്ലാത്തിൻ്റെയും ഈക്വലാണ്. 3ൻ്റെ ചരിവ് ഈക്വലാണ്, സ്ലോപ്പ് ഈക്വലാണ്. അതുകൊണ്ട് അതെന്താണ്, ഒരേ വരയിലാണ്.
ഓക്കെ, ചിലപ്പോൾ വരയാണോ എന്നുള്ളതിന് പകരം നമ്മളോട് ചോദിക്കുക കൊളീനിയർ എന്നാണ് കേട്ടോ. കൊളീനിയറിലാണോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും. സെയിം ലൈനിന് പകരം കൊളീനിയർ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ പ്രൂവ് ദാറ്റിൻ്റെ അകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യങ്ങൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ്സിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ദ സ്ക്വയർ ഓഫ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ആർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഏത് സമചതുര സ്തൂപികയിലും ഉയരം, ചരിവുയരം, പാർശ്വവക്ക് എന്നിവയുടെ വർഗ്ഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിലാണ് തെളിയിക്കണം? സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം. ഒറ്റ കാര്യം, എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ, ഒരു ഇക്വേഷൻ. അതേപോലെ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അങ്ങനെ വരുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. ഈ 2 ഇക്വേഷൻ കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇയാൾ രണ്ടാളൊന്നും നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്ട് ക്യാൻസലായി. സോ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി, 2 എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഏത് ഫോമായി? എ ബി സി അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ, സമാന്തര ശ്രേണിയിലാണെങ്കിൽ ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്നുള്ള ഫോമിലായി. ദെർഫോർ എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയിലാണ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പ്രൂഫ്. ഇത്രയും തെളിയിക്കുന്ന ക്വസ്റ്റ്യൻസ് മക്കൾ പഠിച്ചു പോയാൽ, ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ തെളിയിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു കാര്യമില്ല. ഇതേ ടൈപ്പ് മാത്രമേ പരീക്ഷയ്ക്ക് വരൂ. നിർബന്ധമായിട്ടും കാണുക. കൂടാതെ നമ്മൾ 2 ദിവസത്തെ നമ്മുടെ ലൈവ് കൃത്യമായിട്ട് മക്കൾ കാണുക. ഓക്കെ, ആ ലൈവ് മോർണിംഗ് ബൂസ്റ്ററോട് കണ്ടു കഴിഞ്ഞാൽ മക്കളെ പക്കാ സെറ്റാണ്, എല്ലാ കാര്യവും ഓക്കെയാണ്, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ ആണേ? അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഇനി അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് തരും, ഇക്വേഷൻസ് തരും, ഡ്രോയിങ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈവിൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ.